താരസംഘടനയായ അമ്മയിൽ ചരിത്രത്തിലാദ്യമായി കേട്ടുകേൾവി പോലുമില്ലാത്ത വിധത്തിലുള്ള വൻ പൊട്ടിത്തെറിയും സമാനതകളില്ലാത്ത പ്രതിസന്ധിയുമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു പ്രതിസന്ധി ഒന്നുമല്ല, മറിച്ച് ദിലീപ് കേസ്, അതായത് പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം തുടർച്ചയായി സംഘടനയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര തർക്കങ്ങളും കടുത്ത ചേരിപ്പോരുകളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വൻ സ്ഫോടനങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ദിലീപ് കേസിനെ തുടർന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കടുത്ത ഭീഷണികൾക്കാണ് സംഘടന സാക്ഷ്യം വഹിച്ചത്. ആക്രമിക്കപ്പെട്ട നടിക്ക് സംഘടനയിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന ആക്ഷേപം അതിശക്തമായതോടെയാണ് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC രൂപീകൃതമാകുന്നതും സംഘടനയിലെ പുരുഷാധിപത്യ നിലപാടുകൾക്കെതിരെ ആദ്യത്തെ പരസ്യ വെല്ലുവിളി ഉയരുന്നതും. കേസിന് പിന്നാലെ ദിലീപിനെ സംഘടനയ്ക്ക് തിരിച്ചെടുക്കാൻ അമ്മ നേതൃത്വം ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് പ്രമുഖ നടിമാർ സംഘടനയിൽ നിന്ന് പരസ്യമായി രാജിവെച്ച് പോയത് സംഘടനയ്ക്കുള്ളിലെ കടുത്ത സ്ത്രീവിരുദ്ധ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് കൂടിയായിരുന്നു. ആ ആഘാതത്തിൽ നിന്നും സംഘടനയ്ക്ക് ഒരു കാലത്തും പൂർണ്ണമായി കരകയറാൻ കഴിഞ്ഞിരുന്നുമില്ല. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മലയാള സിനിമയെ പിടിച്ചുലച്ച വിവാദങ്ങൾക്കൊടുവിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുൻനിര ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചൊഴിയുകയുമായിരുന്നു. ഇതിന് പിന്നാലെ ചരിത്രത്തിലാദ്യമായി ശ്വേതാമന്റെ നേതൃത്വത്തിലുള്ള സ്ത്രീ ഭരണകൂടം ഭരണമേറ്റെടുത്തെങ്കിലും സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും രാഷ്ട്രീയ വർഗീയ ചേരിതിരിവുകളും പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത വിധം വഷളാവുകയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിന് തൊട്ട് പിന്നാലെ നടി ലക്ഷ്മി പ്രിയക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളുമായി നടി ഉഷ രംഗത്തെത്തിയതോടെ സംഘടനയ്ക്കുള്ളിൽ കൊടും ഭിന്നതകൾ പൂർണ്ണമായും തിരിവിലേക്ക്, വലിയ ഗ്രൂപ്പ് വഴിയിലേക്കൊക്കെ വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ പരസ്യമായി ജിഹാദി എന്ന് വിളിച്ച് വലിയ രീതിയിൽ അധിക്ഷേപിച്ച ലക്ഷ്മി പ്രിയയ്ക്ക് കൃത്യമായ മറുപടിയുമായി ഉഷ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും അതിനോടനുബന്ധിച്ച് പുറത്തു വരുന്ന അണിയറ വാർത്തകളും സിനിമാ മേഖലയെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പിടിച്ചുലച്ചിരിക്കുകയാണ്. ലക്ഷ്മി പ്രിയ വിവിധ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയ അഭിമുഖങ്ങളിലുമെല്ലാം നിരന്തരമായി നടത്തി വരുന്ന തീവ്ര നിലപാടുകൾക്കെതിരെയും പ്രസ്താവനകൾക്കെല്ലാം എതിരെയും ശക്തമായി പ്രതികരിച്ചതിനാണ് താൻ ഇത്തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപത്തിന് ഇരയായതെന്ന് നടി ഉഷ തുറന്നു പറയുന്നുണ്ട്. ഇതിനെല്ലാം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി പ്രിയ ഈ പറഞ്ഞ അമ്മയുടെ അംഗത്വസ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു ലെവൽ പറഞ്ഞത് തങ്ങളുടെ ഭാഗം മുതൽ കേൾക്കാൻ ആരുമില്ലായിരുന്നു, മാത്രമല്ല അവിടെ സംഭവിച്ചത് ഒരു ഭാഗം മാത്രം ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾക്കിനി നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ അംഗത്വം രാജിവെക്കുകയായിരുന്നു എന്നാണ് ലക്ഷ്മി പ്രിയ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഇന്ന് അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറയുന്നത്, ഞാൻ മരിച്ചാൽ പോലും, അതായത് എനിക്കിനി അമ്മ എന്ന സംഘടനയുമായോ അതുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവുമില്ല, ഞാൻ അതിലെ അംഗത്വം രാജിവെച്ചിരിക്കുന്നു, കൂടാതെ എനിക്കിനി അതിലെ യാതൊരു ഗുണവും ആവശ്യമില്ല, മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും മരിക്കുന്നതിന് മുന്നെയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, അങ്ങനെ ഞാൻ മരിച്ചാൽ പോലും, അതായത് പ്രായമാകുന്നതിന് മുന്നെയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, അങ്ങനെ മരിച്ചാൽ പോലും നിങ്ങളാരും എനിക്ക് യാതൊന്നും ചെയ്തു തരേണ്ടതില്ല, എൻ്റെ ശവം പോലും കാണാൻ വരരുത് എന്നാണ് പറഞ്ഞത്. ഇതുകൂടാതെ ഇനി അതല്ല, ഞാൻ 60 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അമ്മ നൽകുന്ന പെൻഷനോ മറ്റ് സഹായങ്ങളൊന്നും എനിക്ക് ആവശ്യവുമില്ല എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് ഉഷ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജനിച്ച മാതാപിതാക്കളെയും താൻ ജനിച്ച സ്വന്തം മതത്തെയും വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനെയും വരെ പൊതുവേദികളിൽ തള്ളിപ്പറയുന്ന ലക്ഷ്മി പ്രിയയുടെ അഭിമുഖങ്ങളിലെ പ്രസ്താവനകൾ ഒട്ടും ശരിയല്ലായിരുന്നു എന്ന് താൻ നേരിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിലുള്ള കടുത്ത വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് മറ്റൊരു പ്രോഗ്രാമിലേക്ക് തന്നെ വിളിക്കാൻ മറ്റ് സഹപ്രവർത്തകർ നിർദ്ദേശിച്ച സംഭവത്തിൽ ബാക്കിയുള്ളവരോടെല്ലാം മുന്നിൽ വെച്ച് അവൾ ജിഹാദിയാണ്, അവളെ അങ്ങോട്ട് വിളിക്കണ്ട എന്ന് ലക്ഷ്മി പ്രിയ പരസ്യമായി പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് തന്നെ അപമാനിച്ചെന്ന് ഉഷ വ്യക്തമാക്കുന്നു. വായ തുറന്നാൽ വർഗീയത മാത്രം വിളമ്പുന്ന, അല്ലെങ്കിൽ വർഗീയത മാത്രം തുപ്പുന്ന ലക്ഷ്മി പ്രിയയുടെ മുഖം കാണാനോ മരണപ്പെട്ടാൽ ശവം കാണാനോ തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് ഉഷ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൽ തന്നെ വലിയൊരു കാര്യം കൂടി പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ലക്ഷ്മി പ്രിയ മാധ്യമങ്ങളോട് സംസാരിച്ച് എന്താണ് നമുക്കൊന്ന് കേട്ടുവരാം, അതിനുശേഷം ബാക്കി പറയാം. ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്തെ രാജിവെച്ചു. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നരേഷൻ മാത്രം വിശ്വസിക്കുന്നു. അതിൽ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകരെന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ
ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ, ഇനി എനിക്കൊന്നും പറയാനില്ല. ലക്ഷ്മി പ്രിയയും പൊന്നമ്മ ബാബുവും തനിക്കയച്ച വ്യക്തിപരമായ സന്ദേശങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ് ഉഷയുടെ ഈ കടുത്ത പ്രതികരണം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അമ്മ എന്ന താരസംഘടനയ്ക്കുള്ളിൽ കടുത്ത വർഗീയത കൊണ്ടുവരാനും അംഗങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് നിർത്താനുമുള്ള ലക്ഷ്മി പ്രിയയുടെ വലിയ മോഹം തങ്ങൾ ഇത്തവണത്തെ ജനറൽ ബോഡിയിലൂടെ പൂർണ്ണമായി പൊളിച്ചടിക്കുമെന്ന് ഉഷ അവകാശപ്പെടുന്നു. ഈ മോഹങ്ങളെല്ലാം പൊരിഞ്ഞു പോയതിൻ്റെ കടുത്ത രോദനവും നിരാശയുമാണ് ഇപ്പോൾ ലക്ഷ്മി പ്രിയ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനലുകൾ തോറും കയറിയിറങ്ങി വർഗീയ വിഷം തുപ്പുന്ന ഇത്തരക്കാരെ സംഘടനയിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കാനോ അന്ധമായി അംഗീകരിക്കാനോ ഭൂരിഭാഗം വരുന്ന അംഗങ്ങൾ തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണ് ജനറൽ ബോഡി യോഗം നടന്നതെന്നും അല്ലെങ്കിൽ അവിടെ വെച്ച് നടന്നിട്ടുള്ളതെന്നും ഉഷ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾക്ക് പിന്നിൽ സംഘടനയിലെ ഭരണപരമായ വലിയൊരു അണിയറ നാടകവും അതുകൂടാതെ തന്ത്രങ്ങളും തന്നെയുണ്ടെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശ്വേതാ മോഹൻ പ്രസിഡന്റായ ഭരണസമിതിയെ എങ്ങനെയും താഴെ ഇറക്കാൻ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള പുരുഷ മേധാവിത്വ ഗ്രൂപ്പുകൾ ആദ്യപടിയായി കരുവാക്കിയ നടി അൻസിബെ ഹസനെയായിരുന്നു എന്നാണ് ആരോപണം. കഴിഞ്ഞ 10 മാസമായി അൻസിബ സംഘടനയ്ക്കുള്ളിൽ കടുത്ത അവഗണനയും മാനസികമായ അപമാനങ്ങളുമാണ് നേടിക്കൊണ്ടിരുന്നത്. എന്നാൽ അൻസിബയുടെ നിലപാടുകളാണ് ശരിയെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതോടെ തങ്ങൾ അവളെ ചേർത്ത് പിടിക്കുകയായിരുന്നെന്നും ഉഷ വ്യക്തമാക്കുന്നു. ഭരണസമിതിയിൽ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനും പ്രസിഡന്റ് ശ്വേതാ മേനോനും തമ്മിൽ ഉടലെടുത്ത ഭിന്നത സംഘടനയെ 2 വ്യത്യസ്ത ശ്രേണികളാക്കി മാറ്റുക കൂടിയായിരുന്നു. ഇതിനിടയിലാണ് മുൻ ഭരണസമിതിയിലെ ബാബുരാജ് ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ ശ്വേതാ മേനോൻ കടുത്ത ശ്രമം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാൻ അൻസിബയെയും ലക്ഷ്മി പ്രിയയും ഇരുവശങ്ങളിലാക്കി പുരുഷ നേതാക്കന്മാർ അല്ലെങ്കിൽ പുരുഷ നേതാക്കൾ അണിയറയിൽ വ്യക്തമായ ചരടുകൾ നടത്തുകയുണ്ടായെന്നാണ് ചരടുവലികളെല്ലാം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ പാവകളായി സ്ത്രീകളെ ഭരണത്തിലെത്തിയ പുരുഷ മേധാവിത്വ ചേരികൾ കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ട് പോകുന്നു മനസ്സിലാക്കിയപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്ന മറ്റൊരു ആരോപണം. ഇതിൽ കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ മാധ്യമ മുന്നിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതുകൂടി കണ്ടുവരാം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോ എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നില്ല കമ്മിറ്റിന്റെ എല്ലാം കണക്ക് കറക്റ്റ് ആണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റിന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു ആരോപിതരായ എല്ലാ ആൾക്കാരും ബാക്കി പേരുകൾ അത് അടുത്ത പ്രാവശ്യം ഞാൻ അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ ഉള്ള അല്ല വനിതാ നേതൃത്വത്തിൽ ഇതിൽ വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപന ഓടിക്കാൻ പറ്റില്ല. പാവമാവാൻ ഞാൻ റെഡിയല്ല. കഴിഞ്ഞ ദിവസം നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്.
വാർഷിക കണക്കുകൾ അവതരിപ്പിച്ച കുക്കു പരമേശ്വരൻ റിപ്പോർട്ടിൽ വൻ ക്രമക്കേടുകളുണ്ടെന്ന് യോഗത്തിൽ വലിയ ആരോപണം ഉയർന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഒട്ടും വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇടവേള ബാബു, സിദ്ദിഖ്, ബാബുരാജ് തുടങ്ങിയ മുൻ ഭാരവാഹികൾ പോലും കണക്കുകൾ ശരിയല്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ കുക്കു പരമേശ്വരൻ തന്ത്രപൂർവ്വം മൗനം പാലിക്കുകയാണ് ചെയ്തത്. ട്രഷററായ ഉണ്ണി ശിവപാലും ഒടുവിൽ കൈയൊഴിഞ്ഞതോടെ എല്ലാ പഴിയും പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ തലയിലായി എന്നാണ് പറയപ്പെടുന്നത്. കണക്കുകളിലെ ഇത്തരം പാളിച്ചകൾ പരിഹരിക്കാൻ 45 ദിവസം സമയം ചോദിച്ച ശ്വേതയെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പുരുഷ നേതാക്കൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്വേതയെ പിന്തുണയ്ക്കാൻ ശ്രമിച്ച അനൂപ് ചന്ദ്രൻ, കലാഭവൻ ഷാജോൺ, നടൻ തുളസി എന്നിവരെയും ഇവർ നേരിട്ടു. മുൻ പ്രസിഡന്റ് മോഹൻലാലിനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടുവെങ്കിലും ജനറൽ ബോർഡ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ശ്വേതാ മേനോനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിക്കാനുള്ള ബാബുരാജിന്റെ തിരക്കഥ അതിന്റെ ക്ലൈമാക്സിലെത്തിയത് കടുത്ത വർഗീയ രാഷ്ട്രീയ ആരോപണത്തോടെയാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ബാബുരാജിന്റെ മാധ്യമങ്ങളോട് സംസാരിച്ച ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. അതായത് നമുക്കറിയാം ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. മിനിമം റിക്വയർമെന്റ് ആണ്. ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. 1. 2, ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷറർ റേറ്റില്ല, കണക്കുകൾ ശരിയല്ല, അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. അമ്മയിലെ അംഗങ്ങളെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത് ശ്വേതാ മേനോൻ അമിത്ഷായുമായി നേരിട്ട് ഡീൽ നടത്തുകയും BJP നേതൃത്വത്തിൽ നിന്നും കോടികൾ കൈപ്പറ്റുകയും ചെയ്തെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ബാബുരാജ് സ്റ്റേജിൽ കയറി ഉന്നയിച്ചെന്നാണ് പറയപ്പെടുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഈ ആരോപണം യോഗത്തെ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആത്മാഭിമാനം പണയപ്പെടുത്തി പദവിയിലിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനവും അമ്മയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. പാവകളെ പോലെ നിൽക്കാൻ താൻ തയ്യാറല്ലെന്നും BJP ബന്ധം ഇല്ലെങ്കിലും ഇനിയിപ്പോൾ BJPക്കാരിയായി മാറിയിട്ടാണെങ്കിലും തനിക്കെതിരെ നിൽക്കുന്നവർക്ക് മറുപടി നൽകുമെന്നും ശ്വേത അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ശ്വേതയുടെ രാജിക്ക് പിന്നാലെ രമേശ് പിഷാരുടെ നേതൃത്വത്തിൽ പുതിയ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നതായി നടൻ ജഗദീഷ് പ്രഖ്യാപിച്ചെങ്കിലും സംഘടനയ്ക്കുള്ളിൽ തീയണഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മുഖം നഷ്ടപ്പെട്ട പുരുഷാധിപത്യ ചേരികൾ തിരികെ അധികാരം പിടിച്ചെടുക്കാൻ ശ്വേതയുടെ മേൽ BJP ലേബൽ ഒട്ടിക്കുക എന്നുള്ള ആക്ഷേപവും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ഒരാൾ കൂടി രാജിവെച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതായത് പുതിയ അഡ്ഹോക് കമ്മിറ്റി വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അതിൽ തന്നെ ഒരംഗം കൂടി രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ലക്ഷ്മി പ്രിയ ഉഷയെ ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ച വാർത്ത പുറത്തു വരുന്നത് ഇത് കേവലം 2 നടിമാർ തമ്മിലുള്ള വ്യക്തിപരമായ പേരല്ല, അല്ലെങ്കിൽ അടിയൊന്നുമല്ല, അല്ലെങ്കിൽ പോരുമല്ല, മറിച്ച് അമ്മ സംഘടനയും രാഷ്ട്രീയമായ വർഗീയമായി വിഭജിക്കാൻ നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങളുടെ പ്രതിഫലനം കൂടിയാണ്. നമുക്കറിയാം ലക്ഷ്മി പ്രിയ പലപ്പോഴും വർഗീയ നിലപാടുകൾ സംസാരിക്കുകയും വർഗീയ നിലപാടുള്ള പോസ്റ്റുകൾ ഇടുകയും ചെയ്തത് നിരന്തരം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഘടനയിലും ചർച്ച ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ലക്ഷ്മി പ്രിയയോട് തന്നെ സംസാരിക്കുമ്പോൾ ഉഷയെ ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ള പരാമർശം കൂടി ഉണ്ടാകുന്നുണ്ട്. താരസംഘടനയിലെ ഭരണ പ്രതിസന്ധികൾക്കിടയിലും ഉയർന്നു വരുന്ന ഈ വർഗീയ വിവാദം സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. നേതൃത്വം ഇതിനെതിരെ കർശന നിലപാടുകൾ എടുക്കുമെന്ന് വിചാരിച്ചെങ്കിൽ അവരെല്ലാം മൗനം പാലിക്കുന്നത് ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്തു. ദിലീപ് കേസിന്റെ കാലം മുതൽ തന്നെ തുടങ്ങിയ ഈ ഗ്രൂപ്പിസവും അസ്വാരസ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ സംഘടനയെ പൂർണ്ണമായി തകർച്ചയുടെ വക്കിൽ എത്തിച്ചിരിക്കുന്നത്. സിനിമ എന്ന കലയെയും അതിലെ കൂട്ടായ്മകളെയും സ്നേഹിക്കുന്ന സാധാരണ പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് പരസ്യമായി ചെളിവാരി എറിയലിനും വർഗീയ ചേരിതിരിവുകളുമായി താരങ്ങൾ മുന്നോട്ട് പോകുന്നത് മലയാള സിനിമയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് തന്നെ വലിയൊരു കറുത്ത പാടായി മാറുകയാണ്. അമ്മ എന്ന സംഘടനയുടെ ഭാവിയിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ സമകാലിക സംഭവ വികാസങ്ങളെല്ലാം അവശേഷിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചേരിപ്പോര് എങ്ങോട്ട് തിരിയുമെന്ന് സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്.